ശബരിമലയിൽ പോലീസിനെതിരെ ഭക്തജന രോഷം. 18-ാം പടി കയറ്റിവിടുന്നതിനിടെ പോലീസുകാർ തീർത്ഥാടകരെ തള്ളുന്നതായും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായും ഭക്തരുടെ പരാതി. സന്നിധാനത്ത് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള 4ാമത്തെ ബാച്ച് പോലീസുകാർക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതേസമയം പോലീസ് കാടത്തത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു രംഗത്തെത്തി. The way the cops, some of the cops, they are taking literally, they are pushing the ladies. You know, the way they are pushing, it's very bad. Okay, we are in the same holy place, and they need to respect the first ladies, right? Because gents, it's okay if you are touching someone, but you know the way you are touching the ladies, it's not good. You are literally taking a blouse on up to pushing up on that 18 step. The guys who are coming, the 41 days fasting, we are coming, and then we are coming over here, right? To why we are coming? To take the Ayyappa blessings. But the way we are treated here, it is like not we are a human, we are like animals. നമ്മൾ വരുന്നത് അവിടെ തൊട്ട് തൊടാനാണ്. ശരി, ഓക്കെ, ഇത്ര ക്രൗഡാണ്, നമുക്ക് തൊട്ട് തൊടാനുള്ളൊരു ആ ടൈം നമുക്ക് കിട്ടില്ല. പക്ഷെ അവരെ ഫിസിക്കലായിട്ട് ഇങ്ങനെ പുള്ള് ചെയ്ത് വലിച്ച് അങ്ങോട്ട് കയറ്റാം. ഏതാ നമ്മൾ എന്താ പറയുക, ആടിനെയും ഇതിനൊക്കെ പിടിച്ച് വലിച്ച് കയറ്റൂലേ, അതേപോലെ അങ്ങോട്ട് വലിച്ച് പുള്ള് ചെയ്താണ്ട് കയറ്റണേ. അത് ശരിയല്ലല്ലോ. അത് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർ അവരെ മാറ്റി നിർത്തുക. അതാണ് അത് നോക്കേണ്ട ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ചെയ്യേണ്ടത്. അതല്ല അവർ ആ റഷിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ബേസിൽ പറഞ്ഞ് എല്ലാവരും വലിച്ച് അങ്ങോട്ട് കയറ്റുക. അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇവർ സമാധാനം പറയൂ. വളരെ മോശമായിട്ട് മാളികപ്പുറത്തും കുഞ്ഞുങ്ങളോടും അടക്കം വലിയ രീതിയിൽ എന്താ പറയുക, റൂഡായിട്ട് മര്യാദഘട്ട രീതിയിൽ വളരെ റഫായിട്ടുള്ള പെരുമാറ്റം അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അയ്യപ്പന്മാർ 18-ാം പടി കയറുമ്പോൾ അവരെ പുറകിൽ നിന്ന് തള്ളുന്നു. വലിയ തോതിൽ അവർ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നുള്ള പരാതി ഇന്നലെ ഞാൻ വന്ന സമയത്ത് കിട്ടുകയുണ്ടായി. മൃഗങ്ങളോടെന്നുള്ള പോലെ പെരുമാറുന്നു, വളരെ റൂഡായിട്ട് പെരുമാറുന്നു, മര്യാദഘട്ട അല്ലെങ്കിൽ വളരെ അസഭ്യം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ ശരീരത്തിൽ പിടിച്ച് തള്ളുന്ന സാഹചര്യത്തിലേക്ക് ഈ മറ്റ് സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്ന സ്വഭാവത്തോടു കൂടി ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ എത്തുന്ന അയ്യപ്പന്മാരുടെ ആ മനോനില തെറ്റാണ്. ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാർക്ക് കുറച്ചുകൂടി അയ്യപ്പന്മാരോട് പെരുമാറാനുള്ള ട്രെയിനിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പകരം പരിണതപ്രജ്ഞരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കണമെന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാം. വിവരങ്ങളുമായി മിഥുൻ മുരളിയാണ് നമുക്കിപ്പം ചേരുന്നത്. മിഥുൻ, നമുക്കറിയാം ഈ 4ാമത്തെ ബാച്ചിനെതിരെ പരാതി ഉയർന്നത് ആദ്യത്തെ സംഭവമല്ല. നമ്മൾ തന്നെ നേരത്തെയും വാർത്ത നൽകിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് പുറത്തൊരു ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത് പോലെയല്ല സന്നിധാനത്ത് അയ്യപ്പന്മാരെ, ഭക്തരെ നിയന്ത്രിക്കേണ്ടത്. എന്തായാലും പോലീസിന്റെ ഇത്തരം കാടത്തത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പുന്നുണ്ട്. എന്താണ് ഭക്തർക്ക് പറയാനുള്ളത്? രാഖി, മൃഗീയമായ സമീപനമാണ് പോലീസ് ഭക്തരോട് കാണിക്കുന്നതെന്നുള്ളതാണ് ഭക്തരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പരാതി വ്യാപകമാണ്. പോലീസ് ഭക്തരെ ദ്രേഹോപദ്രവം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് 18-ാം പടി കയറ്റുമ്പോഴും മറ്റിടങ്ങളിലുമെല്ലാം ഭക്തരെ തള്ളി മാറ്റാം, തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകാം. പക്ഷേ അത് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന വിധത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. 18-ാം പടി കയറ്റിവിടുന്നത് മറ്റ് ആടുമാടുകളെയും ഒക്കെ കയറ്റിവിടുന്നതിന് സമാനമായ രീതിയിലാണ് എന്നുള്ളതാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഈ ഒരാഴ്ചയായിട്ട് 4ാമത്തെ ബാച്ചിനെതിരെ ഉയർന്നു വരുന്ന പരാതി. 18-ാം പടി കയറ്റിവിടുമ്പോൾ കുട്ടികളടക്കം വീഴുന്നു, മുതിർന്നവർ വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ നിത്യസംഭവമായി മാറുന്നു. ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നു. മറ്റ് ഫ്ലൈ ഓവറിലും നടപ്പന്തലിലും മറ്റു ഭാഗങ്ങളിലുമെല്ലാം പോലീസും ഭക്തരും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ പതിവാകുന്നു. ഇങ്ങനെ ഭക്തരുമായി ഇടപെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പരുഷമായിട്ട് അസഭ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഭക്തർക്കുമേൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരോട് വളരെ മാന്യമായിട്ട് മറ്റിടങ്ങളിൽ നിന്ന് എന്നതിന് വ്യത്യസ്തമായിട്ട് വേണം പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാറ്റിൽ പറത്തുകയാണ്, പുല്ലുവില നൽകുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ പലയിടങ്ങളിലും
മറ്റിടങ്ങളിലും പോലീസും ഭക്തരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ അല്ലെങ്കിൽ വാക്കുതർക്കം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ സമീപിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് അമാന്യമായിട്ടുള്ള പെരുമാറ്റം, പരുഷമായിട്ടുള്ള വാക്കുകൾ, ഉന്തും തള്ളും ഉണ്ടാകുന്നു. മറ്റിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് എന്തൊക്കെ സന്നാഹങ്ങളാണോ ഉണ്ടാക്കുന്നത് ആ രീതിയിലൊക്കെ പോലീസ് ഭക്തരെ കൈകാര്യം ചെയ്യുന്ന രീതി മാറുന്നു. ഫ്ലൈ ഓവറിലും നടപ്പന്തലിലും പാണ്ടിത്താവളത്തിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന ഭാഗത്തും മരക്കൂട്ടത്തും ഇന്ന് വേണ്ട സകല ഭാഗങ്ങളിലും പോലീസിന്റെ ഈ 4ാമത്തെ ബാച്ചിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതി ഉയരുന്നു. പരാതി ഉണ്ടാകുന്നത് ഈ ഉന്തും തള്ളും മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാകുന്നു. അത് 18-ാം പടി കയറ്റി വിടുമ്പോഴും നേരത്തെ നമ്മൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് പറയുന്നത് പോലെ ഫ്ലൈ ഓവറിലും സോപാനത്തിനരികിലും എല്ലാം ഈ പിടിച്ചു മാറ്റുമ്പോൾ, ഉന്തിത്തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും പുറത്തിനിട്ട് അടി കിട്ടുന്നത് പോലെ, മർദ്ദനമേൽക്കുന്നത് പോലെ ദേഹോപദ്രവം ഉണ്ടാകുന്ന രീതിയിലാണ് എന്നുള്ളതാണ് ഭക്തർ ഒന്നടങ്കം ഈ ഒരാഴ്ചക്കാലത്ത് വ്യാപകമായിട്ടുള്ള പരാതി ഉന്നയിക്കുന്നത്. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് അനൗൺസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് മുതിർന്നവരും കുട്ടികളും 18-ാം പടിയിൽ വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ നിത്യസംഭവമായി മാറിയതുകൊണ്ട് തന്നെ പരാതി ഉയർന്നതുകൊണ്ട് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ 18-ാം പടി കയറുന്ന കുട്ടികളും മുതിർന്നവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അല്ലെങ്കിൽ അവരുടെ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകി കാര്യമായ ഇടപെടൽ നടത്താൻ ദേവസ്വം ബോർഡോ പോലീസോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഭക്തർക്ക് നേരെയും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതായത് മാളികപ്പുറങ്ങളോട് സമീപിക്കുന്ന ഒരു രീതി ശരിയല്ല, അവരെയും പിടിച്ചു തള്ളുന്നു എന്നൊക്കെയാണ്. അവരെ ശരീരത്തിൽ പിടിച്ച് തള്ളിക്കയറ്റുന്നു. അവർ വീഴുന്നത് നിത്യസംഭവമായി മാറുന്നു. 18-ാം പടി കയറി മുകളിലേക്ക് എത്തുമ്പോൾ മാളികപ്പുറങ്ങൾ വീഴുന്നു. 18-ാം പടി കയറ്റിവിടുന്നത് ഒട്ടും ശരിയായ വിധമല്ല കുട്ടികളെയും മാളികപ്പുറങ്ങളെയും കയറ്റിവിടുന്നത് എന്നുള്ളതാണ് വ്യാപകമായ പരാതിയും. ഇത് വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ 18-ാം പടിയിലും മറ്റിടങ്ങളിലും കുട്ടികളും മുതിർന്നവരും വീണ് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചില അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നത്. കൂടെയുള്ളവർ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയ്ക്ക് യാതൊരു നടപടിയും, അടിയന്തര ഇടപെടലും ഉണ്ടാകുന്നില്ല. പരാതികൾ വ്യാപകമായി തന്നെ ഉണ്ടാകുന്നു. മാളികപ്പുറങ്ങളെ അടക്കം കയറ്റിവിടുമ്പോൾ, 18-ാം പടി കയറ്റിവിടുമ്പോഴും സന്നിധാനത്തിൻ്റെ ഏത് ഭാഗത്തായാലും പോലീസുകാർ അവരോട് ഇടപെടുന്നതിന് കൃത്യമായിട്ടുള്ള ചില രീതികൾ ഉണ്ടാകണം. മര്യാദയോടുകൂടി പെരുമാറണം. അസഭ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സന്നിധാനത്ത് ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി കെട്ടുമുറുക്കി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ ഈ പോലീസിന്റെ ദേഹോപദ്രവം ഏൽക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് എല്ലാ ഭക്തരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ 4ാമത്തെ പോലീസ് ഡ്യൂട്ടിക്ക് എത്തിയതിനു ശേഷം ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒരു വിമർശനവും. എന്തായാലും വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഉയർന്നത്. ഈ പരാതിക്ക് യാതൊരു അവസാനവും ഉണ്ടാകുന്നില്ല. ദേഹോപദ്രവം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിമാറുന്നു എന്നുള്ളതാണ് ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഖി. ശരി മിഥുൻ, എന്തായാലും അയ്യപ്പ ഭക്തരെ പിടിച്ചു തള്ളുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് സന്നിധാനത്തെത്തുന്ന ഭക്തർ ഉന്നയിക്കുന്നത്. സന്നിധാനത്ത് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള 4ാമത്തെ ബാച്ച് പോലീസിനെതിരെയാണ് പ്രതിഷേധം കടുക്കുന്നത്. എന്തായാലും പോലീസ് കാടത്തത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദിയും രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ സന്നിധാനത്ത് നിന്ന് നൽകിയത്.